തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടായിട്ടുള്ള ഒരു ശൈഥില്യമാണ്. സത്യത്തിൽ യു ഡി എഫ് ഇന്ന് നേരിടുന്ന ഒരു ദുർവിധിയുടെ ഒരു നേർചിത്രം. മുമ്പൊരിക്കലും ചെയ്യാത്ത രീതിയിൽ ഈ സിറ്റിംഗ് സീറ്റ് ഈ അടുത്ത് കേരള കോൺഗ്രസ് ജോസ് മാണി ഗ്രൂപ്പിന് കൊടുത്തു. അതുകൊണ്ടാണ് ആ സീറ്റ് കൈവിട്ടു പോയത്. അങ്ങനെയാണ് മരുന്നിനെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിന് ഒരു MLA ഉണ്ടായത്. രവീന്ദ്രനാഥ് നല്ല മനുഷ്യനാണ്, സത്യസന്ധനാണ്, ഒരു അഴിമതി ചെയ്യാത്ത ആൾ. 5 കൊല്ലം കേരളത്തിൽ മന്ത്രിയായിരുന്ന ആളാണ്. കഴിഞ്ഞ അദ്ദേഹത്തെ പാർട്ടി താല്പര്യമില്ലാഞ്ഞിട്ട് പോലും ചാലക്കുടിയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ച് തോൽപ്പിച്ചു. ഇനി മണലൂർ നിർത്തി വീണ്ടും ജയിപ്പിക്കാനാണോ പരിപാടി, അത് തോൽപ്പിക്കാനാണോ പദ്ധതി എന്നറിയില്ല. ഏതായാലും തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം BJP വളരെ ശക്തമായ ഒരു നിലയിലാണ്. BJPക്ക് അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ചിലതെങ്കിലും ഈ ജില്ലയിലാണ്. കോൺഗ്രസിനകത്തുള്ള സംഘടനാപരമായ പ്രശ്നങ്ങൾ കൂട്ടും, നേതാക്കന്മാർക്ക് പണത്തോടുള്ള ആക്രാന്തം കൊണ്ടും. തൃശ്ശൂർ തന്നെ പൊതുവെ ഈ വട്ടിപ്പലിശക്കാരുടെ ബ്ലേഡ് കമ്പനിക്കാരുടെ കൂടി തലസ്ഥാനം കൂടി ആയതുകൊണ്ടുമാണ്. ഒരു ബ്ലേഡ് സംസ്കാരമാണ് തൃശ്ശൂരിൽ കോൺഗ്രസിനെ നയിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അടിവരയിട്ട് പറയുന്നു. തൃശ്ശൂർ ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ CPMനും CPIക്കും അതുപോലെ കോൺഗ്രസിനും വളരെ ശക്തിയുള്ളൊരു പ്രദേശം എന്നൊരു തോന്നലാണ് നമ്മുടെ മനസ്സിലുണ്ടാകുക. അത് ശരിയുമാണ്. K. കരുണാകരൻ്റെ തട്ടകമായിരുന്നു. അതിനു മുമ്പ് VR കൃഷ്ണനെഴുത്തച്ഛനെ പോലെ, NI ദേവസിക്കുട്ടിയെ പോലെയൊക്കെയുള്ള ഒരുപാട് നേതാക്കന്മാർ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി. കോൺഗ്രസ് പാർട്ടി വളരെ ശിഥിലമായി, UDF തന്നെ വളരെ ദുർബലമായി. ഈ തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിനും UDFനും ഉണ്ടായിട്ടുള്ള ഒരു ശൈഥില്യമാണ്. സത്യത്തിൽ UDF ഇന്ന് നേരിടുന്ന ഒരു ദുർവിധിയുടെ ഒരു നേർചിത്രം എന്നെനിക്ക് തോന്നുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് കോൺഗ്രസിൽ നിന്ന് ജയിച്ചത്. അത് തന്നെ വളരെ കുറഞ്ഞ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്, സജീവ് കുമാർ ജോസഫ്. അദ്ദേഹം ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ചാലക്കുടിയിൽ അദ്ദേഹം ജയിക്കുമായിരുന്നില്ല. അവിടെ 3 തവണ ഇലക്ഷൻ മത്സരിച്ച് ജയിച്ച BD ദേവസി എന്ന് പറഞ്ഞ വളരെ ജനപ്രിയനായ CPM നേതാവ് 4ാമത് മത്സരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ജയിക്കുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ പാർട്ടി അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, മുമ്പൊരിക്കലും ചെയ്യാത്ത രീതിയിൽ ഈ സിറ്റിംഗ് സീറ്റ് ഈ അടുത്ത് കേരള കോൺഗ്രസ് ജോസ് മാണി ഗ്രൂപ്പിന് കൊടുത്തു. അതുകൊണ്ടാണ് ആ സീറ്റ് കൈവിട്ടു പോയത്. അങ്ങനെയാണ് മരുന്നിനെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിന് ഒരു MLA ഉണ്ടായത്. അപ്പോൾ ഇതാണ് UDFൻ്റെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത്തവണ കുറച്ചും കൂടി ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി വലിയ മത്സരം ഉണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മണലൂർ മണ്ഡലത്തിൽ, മണലൂർ ഈ പറഞ്ഞ പോലെ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു. 1967 പോലും അല്ലെങ്കിൽ 1970 പോലുമൊക്കെ മണലൂരിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മണലൂർ മണ്ഡലത്തിൽ പിന്നീട് VM സുധീരൻ പലവണ ജയിച്ചാണ്. ആ മണലൂർ മണ്ഡലത്തിൽ പോലും ഇപ്പോൾ കോൺഗ്രസ് ജയിക്കുന്നില്ല. കഴിഞ്ഞ തവണയൊക്കെ വലിയ വ്യത്യാസത്തിലാണ് തോറ്റത്. ഈ തവണ അവിടെ TN പ്രതാപനെ രംഗത്തിറക്കുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ പ്രതാപ് നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, വലിയ അഭ്യാസിയാണ്, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ആളാണ്, പ്രവർത്തിച്ച് വിജയിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള ആളാണ്. പ്രതാപൻ ആദ്യം തന്നെ അംഗം കുറിച്ചത് കമ്മ്യൂണിസ്റ്റുകാർക്ക്, പ്രത്യേകിച്ച് CPIക്കാർക്ക് വലിയ പ്രാമുഖ്യമുള്ള, CPMകാരും ധാരാളമുള്ള നാട്ടിക മണ്ഡലത്തിലാണ്. അവിടെ നിന്ന് 3 തവണ ജയിച്ച ആളാണ്. പിന്നെ ഒരു തവണ കൊടുങ്ങല്ലൂരിൽ നിന്ന് ജയിച്ചു. പിന്നെ ഒരിക്കൽ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് ജയിച്ചു. ഇത്തവണ പാർലമെൻറ്റിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ച് വീണ്ടും നിയമസഭയ്ക്ക് മത്സരിക്കുകയാണ്. അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ള മണ്ഡലം മണലൂരാണ്. മണലൂരിൽ CPM സ്ഥാനാർത്ഥി നമ്മുടെ C. രവീന്ദ്രനാഥാണെന്ന് കേൾക്കുന്നു. രവീന്ദ്രനാഥ് നല്ല മനുഷ്യനാണ്, സത്യസന്ധനാണ്, ഒരു അഴിമതി ചെയ്യാത്ത ആളാണ്. 5 കൊല്ലം കേരളത്തിൽ മന്ത്രിയായിരുന്ന ആളാണ്. കഴിഞ്ഞ അദ്ദേഹത്തെ പാർട്ടി താല്പര്യമില്ലാഞ്ഞിട്ട് പോലും ചാലക്കുടിയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് തോൽപ്പിച്ചു. ഇനി മണലൂർ നിർത്തി വീണ്ടും ജയിപ്പിക്കാനാണോ പരിപാടി, അത് തോൽപ്പിക്കാനാണോ പദ്ധതി എന്നറിയില്ല. ഏതായാലും വലിയ മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലമാണ് മണലൂർ. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ ടൗൺ മണ്ഡലത്തിൻ്റെ സ്ഥിതി. തൃശ്ശൂർ ടൗൺ എന്ന് പറയുന്നത് ഏത് കാലത്തും കോൺഗ്രസിൻ്റെ വലിയ കോട്ടയായിരുന്നു, പ്രത്യേകിച്ച് തൃശ്ശൂരെ ക്രിസ്ത്യൻ വോട്ടേഴ്സ്. ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷത്തോടെ ഓരോ തവണയും വിജയിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയായിട്ട് CPI സ്ഥാനാർത്ഥികളാണ് ജയിക്കുന്നത്. കഴിഞ്ഞ തവണ ബാലേന്ദ്രനാണ് ജയിച്ചത്. കഴിഞ്ഞ മുമ്പത്തെ തവണ VS സുനിൽകുമാറാണ് ജയിച്ചത്. 2 തവണയും തോറ്റത് പത്മജ വേണുഗോപാലായിരുന്നു. പത്മജ ഇപ്പോൾ BJPയിലാണ്. അപ്പോൾ പത്മജ പറയുന്നത് കോൺഗ്രസ്സുകാർ ഇവരുടെ നിന്ന് വലിയ സംഖ്യ വാങ്ങിച്ചെടുക്കുകയും അവസാനം ഇവരെ കാലുവാരി തോൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒല്ലൂരിൻ്റെ സ്ഥിതി. ഒല്ലൂർ ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്നതാണ്, അല്ലെങ്കിൽ 1.5 തവണകളിലെങ്കിലും ജയിച്ചുകൊണ്ടിരുന്നതാണ്. കോൺഗ്രസ്സിന് വലിയ പ്രാമുഖ്യമുള്ള ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകൾ ഒല്ലൂർ പോലെയുള്ള പ്രദേശങ്ങളുണ്ട്. പിന്നെ കുടിയേറ്റ മേഖലകൾ പാണഞ്ചേരി, പട്ടിക്കാട് എന്നൊക്കെ പറഞ്ഞ പോലുള്ള പീച്ചി പോലുള്ള പ്രദേശങ്ങൾ വേറെയുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നിരന്തരമായി തോറ്റുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിനകത്തുള്ള സംഘടനാപരമായ പ്രശ്നങ്ങൾ കൊണ്ടും പിന്നെ നേതാക്കന്മാർക്ക് പണത്തോടുള്ള ആക്രാന്തം കൊണ്ടും
തൃശ്ശൂർ തന്നെ പൊതുവെ ഈ വട്ടിപ്പലിശക്കാരൻ ബ്ലേഡ് കമ്പനിക്കാരുടെ കൂടി തലസ്ഥാനം കൂടി ആയതുകൊണ്ടുമാണ് ഈ ഒരു ബ്ലേഡ് സംസ്കാരമാണ് തൃശ്ശൂരിൽ കോൺഗ്രസിനെ നയിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അടിവരയിട്ട് പറയാൻ കഴിയും. പ്രത്യേകിച്ച് കെ കരുണാകരൻ്റെ മരണശേഷം തേറമ്പിൽ രാമകൃഷ്ണൻ്റെ ഒരു അനാരോഗ്യാവസ്ഥയും കൂടി വന്നതിന് ശേഷം CN ബാലകൃഷ്ണൻ്റെ വിയോഗത്തോടുകൂടി ഇത് വളരെയധികം രൂക്ഷമായിട്ടുണ്ട്. അതാണ് കോൺഗ്രസിനെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഇടതുപക്ഷത്തിന് പണ്ടുപോലെ പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളുണ്ട്. പണ്ട് കരുണാകരൻ്റെ തട്ടക വരുന്ന മാള ഇപ്പോൾ കൊടുങ്ങല്ലൂർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പഴയ മാളയോട് കൊടുങ്ങല്ലൂർ ടൗൺ മുനിസിപ്പാലിറ്റി കൂട്ടിച്ചേർത്തപ്പോൾ അത് കൊടുങ്ങല്ലൂരായിട്ട് മാറി. ആ മാളയിൽ, അതായത് ഇപ്പോൾ കൊടുങ്ങല്ലൂരായിരിക്കുന്ന സ്ഥലത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തോൽക്കുകയാണ്. അതുപോലെ തൊട്ടപ്പുറത്ത്, അത് പിന്നെ ഇടതുപക്ഷക്കാരുടെ ഒരു കോട്ടയാണ് കയ്പമംഗലം മണ്ഡലം. കൊടുങ്ങല്ലൂർ MLA ശരീരനായ VK രാജൻ്റെ മകൻ VR സുനിൽകുമാറാണ്. തൊട്ടപ്പുറത്ത് കയ്പമംഗലം ഒരു ഇടതുപക്ഷ കോട്ടയാണ്. പഴയ കൊടുങ്ങല്ലൂർ ഇപ്പോൾ കയ്പമംഗലമാണ്. കയ്പമംഗലത്ത് ടൈസൺ മാസ്റ്ററാണ് സ്ഥാനാർത്ഥി. അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുള്ള ആളാണ്. ഈ സുനിൽകുമാറിന് ടൈസൺ മാസ്റ്ററിന് ഇത്തവണ സീറ്റ് കൊടുക്കുമെന്നറിയില്ല. അവർ രണ്ടുപേരും ഈ 2 ടേം പൂർത്തീകരിച്ച് 3-ാം ടേമിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നവരാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള മണ്ഡലമാണ് നാട്ടികയും ഇതുപോലെ ഇടതുപക്ഷ മണ്ഡലമാണ്. മാത്രമല്ല ഇപ്പോൾ അത് ഒരു സംവരണ മണ്ഡലവും കൂടിയാണ്. സംവരണ മണ്ഡലങ്ങളിൽ പൊതുവെ ഇടതുപക്ഷക്കാർ ജയിക്കുക എന്നുള്ളതാണ് നാട്ടുനടപ്പ്. അവിടെ CC മൂന്നനാണ് CPIയുടെ MLA. ഇടക്കാലത്ത് അദ്ദേഹം ചില വിവാദങ്ങളിലും അപവാദങ്ങളിലൊക്കെ പെട്ടെങ്കിലും ആൾ ശുദ്ധഗതിക്കാരനാണെന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ട്. മാത്രമല്ല ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി നല്ല മത്സരം ഉണ്ടാക്കിയാൽ മാത്രമേ കോൺഗ്രസിന് എന്തെങ്കിലും ജയസാധ്യതയുള്ളൂ. നാട്ടികയ്ക്ക് അപ്പുറം ഉള്ള മണ്ഡലം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരാണ്. ഗുരുവായൂരിൻ്റെ പ്രത്യേകത, ഗുരുവായൂർ മണ്ഡലത്തിൽ ഏത് കാലത്തും ലീഗുകാരാണ് ജയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ലീഗുകാരാണ് മത്സരിക്കുന്നത്. പക്ഷേ വളരെ കാലമായിട്ട് ലീഗ് ജയിക്കുന്നില്ല. ലീഗിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ ശക്തിയൊക്കെ ക്ഷയിച്ചു. കഴിഞ്ഞ തവണ അവർ അവസാന ശ്രമം എന്നുള്ളതിലേക്ക് KN ഖാദറിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. എന്നിട്ടും വിജയിക്കാൻ കഴിഞ്ഞില്ല. ആദ്യകാലത്ത് KV അബ്ദുൽ ഖാദറാണ് ജയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ NK അക്ബറാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. ഇത്തവണ അക്ബർ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് കേൾക്കും. പിന്നെ ഇതിനിടക്കുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഇവിടുന്ന് വടക്കോട്ട് പോകുമ്പോഴാണെങ്കിൽ ചാലക്കുടി മണ്ഡലമുണ്ട്. ചാലക്കുടിയും ഇതുപോലെ കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് CPM ആണ് ജയിച്ചുകൊണ്ടിരുന്നത്. അതിനപ്പുറത്ത് പുതുക്കാട് മണ്ഡലമുണ്ട്. നേരത്തെ കൊടകരയായിരുന്നു, ഇപ്പോൾ പുതുക്കാടായി. പുതുക്കാട്ടും കോൺഗ്രസ് ശക്തമായ ഒരു പ്രദേശമാണ്. പക്ഷേ അവിടെയും LDF ആണ് ജയിക്കുന്നത്. കൊടകരയിൽ 3 തവണ രവീന്ദ്രനാഥ് ജയിച്ചു. ഇപ്പോൾ കഴിഞ്ഞ തവണ പുതുക്കാടായപ്പോൾ അവിടെ രാമേന്ദ്രൻ ജയിച്ചു. രാമേന്ദ്രൻ തന്നെ വീണ്ടും മത്സരിക്കും. ഇന്നത്തെ നിലയ്ക്ക് രാമേന്ദ്രൻ തന്നെ ജയിക്കാനാണ് സാധ്യത. തൃശ്ശൂർ പറഞ്ഞു, ഒല്ലൂർ പറഞ്ഞു. പിന്നെ അതിനപ്പുറത്ത് പിന്നെ അവശേഷിക്കുന്ന 2 മണ്ഡലങ്ങൾ. ഒന്ന് കുന്നംകുളമാണ്. കുന്നംകുളത്ത് AC മൊയ്തീൻ വീണ്ടും മത്സരിക്കുന്നു എന്നാണ് കേട്ടത്. മൊയ്തീൻ ഈ കരുവന്നൂർ ബാങ്ക് ഇടപാടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രതിച്ഛായയൊക്കെ ആകെ കളങ്കിതമായ അവസ്ഥയിലാണ്. എങ്കിൽ പോലും കുന്നംകുളം പൊതുവെ ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ വീണ്ടും ജയിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. പിന്നെ അവശേഷിക്കുന്ന ഒരു മണ്ഡലം ഇരിങ്ങാലക്കുടയാണ്. ഇരിങ്ങാലക്കുടയിൽ BJP വളരെ ശക്തമാണ്. BJPയുടെ BDJSൻ്റെ വോട്ട് ഷെയർ വർദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അവിടെ LDF വീണ്ടും ജയിക്കാൻ തുടങ്ങിയത്. ശരിക്കും ഒരു ഇടതുപക്ഷ മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വലിയ മുന്നേറ്റം നടത്തിയ ഒരു പ്രദേശവും കൂടിയാണ്. അത് പക്ഷേ പാർലമെൻറ്റിലേക്കുള്ള വോട്ടാണ്. നിയമസഭയിലേക്കുള്ള വോട്ടിൽ ആ ഒരു BJP അനുകൂല വികാരം എന്തുമാത്രം പ്രതിഫലിക്കും എന്ന് പറയാൻ പറ്റുകയില്ല. പിന്നെ അവശേഷിക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് വടക്കാഞ്ചേരിയും അതുപോലെ ചേലക്കരയുമാണ്. വടക്കാഞ്ചേരിയും പണ്ട് കോൺഗ്രസ് മണ്ഡലമായിരുന്നു. KS നാരായണൻ നമ്പൂരി സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നീട് AC മൊയ്തീൻ വന്ന് ആ മണ്ഡലം കോൺഗ്രസ്സുകാരുടെ അടുത്ത് നിന്ന് CPM വേണ്ടി തിരിച്ചു പിടിച്ചു. പിന്നെ മൊയ്തീൻ വിട്ടു നിന്നപ്പോൾ ആ ചെറിയൊരു ഗ്യാപ്പിൽ നമ്മുടെ CN ബാലകൃഷ്ണൻ ജയിച്ചു. വീണ്ടും അത് കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് അനിൽ അക്കര വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. കഴിഞ്ഞ തവണ അക്കരയും തോറ്റു. സേവ്യർ ചിറ്റലപ്പള്ളിയാണ് ഇപ്പോഴത്തെ MLA. ചിറ്റലപ്പള്ളി തന്നെ വീണ്ടും മത്സരിക്കാനാണ് സാധ്യത. സാധാരണഗതിയിൽ വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ കോൺഗ്രസ്സിന് ജയിക്കാൻ ഇപ്പോഴത്തെ നിലയ്ക്ക് ബുദ്ധിമുട്ടുള്ള സീറ്റാണ് വടക്കാഞ്ചേരി. ചേലക്കരയാണ് അവശേഷിക്കുന്ന മണ്ഡലം. ചേലക്കരയും പണ്ടൊരു കാലത്ത് പണ്ട് ഉപ്പുപ്പാൻ്റെ കാലത്ത് കോൺഗ്രസ് മണ്ഡലമായിരുന്നു. KK ബാലകൃഷ്ണൻ പിന്നീട് MA കുട്ടപ്പനൊക്കെ ജയിച്ചിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ പിന്നീട് ആ മണ്ഡലം കൈവിട്ടുപോയി. പ്രത്യേകിച്ച് K രാധാകൃഷ്ണൻ വന്നതിന് ശേഷം. രാധാകൃഷ്ണൻ പലതവണ ജയിച്ചു. കഴിഞ്ഞ തവണ രാധാകൃഷ്ണനാണ് ജയിച്ചത്. രാധാകൃഷ്ണൻ മന്ത്രിയായി. അതിനുശേഷം അദ്ദേഹം രാജിവെച്ച് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മുമ്പൊരിക്കൽ MLA ആയിട്ടുള്ള പ്രദീപ് വീണ്ടും വിജയിച്ചു. ആ മണ്ഡലത്തിൽ ഇത്തവണയും പ്രദീപ് തന്നെ ജയിക്കാനാണ് സാധ്യത. കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ്സിന്
അത്ര ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച് അവതരിപ്പിക്കാൻ പറ്റുകയില്ല. അതിലുപരി ചേലക്കരയിലും ബി ജെ പിയുടെ ശക്തി നല്ലപോലെ വർദ്ധിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഇത്രയും മണ്ഡലങ്ങളെ ഈ LDF UDF ഞാൻ പറഞ്ഞു. ഇതിൽ ബി ജെ പിയുടെ സ്വാധീനം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ചാലക്കുടി, അതുപോലെ കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, നാട്ടിക, ഗുരുവായൂർ, മണലൂർ, തൃശ്ശൂർ, ഇത്തരം പ്രദേശങ്ങളിൽ ഇരിങ്ങാലക്കുട അടക്കം ബി ജെ പിയുടെ ശക്തി അപരിമിതമാണ്. ബി ജെ പി ഏതെങ്കിലും മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് വരാനും ഒരു പക്ഷേ എവിടെയെങ്കിലും അട്ടിമറി വിജയം നേടാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. ഏതായാലും തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വളരെ ശക്തമായ ഒരു നിലയിലാണ്. ബി ജെ പിക്ക് അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ചിലതെങ്കിലും ഈ ജില്ലയിലാണ്. പിന്നെ സുരേഷ് ഗോപി എന്തുമാത്രം എഫർട്ട് എടുക്കും, ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് മെഷീനറി എന്തുമാത്രം ഫലപ്രദമായിട്ട് പ്രവർത്തിക്കും, എങ്ങനെ കൊള്ളാവുന്ന ആളുകളെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയും, അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാർട്ടിയുടെ വോട്ട് കൊണ്ട് മാത്രം ആരും ജയിക്കില്ല, ഒരു പാർട്ടിയുടെയും ജയിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സ്ഥാനാർത്ഥി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. സ്ഥാനാർത്ഥിയുടെ മേന്മ അത് കോൺഗ്രസിനാണെങ്കിലും CPI ക്കാണെങ്കിലും CPM നാണെങ്കിലും ബി ജെ പിക്കാണെങ്കിലും ഈവൻ മുസ്ലിം ലീഗിനാണെങ്കിലും വളരെ പ്രധാനമാണ്. സ്ഥാനാർത്ഥികളെ ആശ്രയിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ കരുണാകരൻ്റെ കൊത്തളമായിരുന്ന തൃശ്ശൂർ ജില്ല ഇതിപ്പോൾ ഏതാണ്ട് ഉപ്പ് വെച്ച കലം പോലെ ആയി എന്ന് പറയാൻ നമ്മൾ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല. ഇനി വലിയ UDF തരംഗത്തിൽ ഒരുപക്ഷെ അനിൽ അക്കരയോ അല്ലെങ്കിൽ TN പ്രതാപനോ ജയിച്ചു പോയേക്കാം. സജീവ് കുമാർ ജോസഫും ഒരു ഊഴം കൂടി ജയിക്കാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്ത് വലിയ അത്ഭുതങ്ങളൊന്നും കോൺഗ്രസ്സുകാർ പ്രതീക്ഷിക്കേണ്ടതില്ല, UDFകാരും പ്രതീക്ഷിക്കേണ്ടതില്ല.